വെള്ളം വന്നാ കുട്ടിപ്പണേ നീ ചൊല്ലി കാതോട് കാതോരം തേൻചോരുമാ പാലപ്പോഴേ നിൻ തിരുമംഗല്യത്താരത്തരൂ മകരനാവേ നീ എന്നെ ഹാരക്കോടിത്തരൂ കാണാതെ നിന്നിഴലായി മറയും മന്മഥനെ കൊടിയേകിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ. ഞാനിവിടെ ലാപ്ടോപ്പില് മീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഫൈക്ക് ഓപ്പൺ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. ഇതില് വൈഫൈ കണക്ട് ചെയ്തിരുന്നു. സോറി. ഞങ്ങള് പ്രയറാന്ന് വിചാരിച്ച് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ കുറെ നേരം ശ്രദ്ധിച്ചു. കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഞാന് സോറി. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വന്ന് നിൽക്കാല്ലേ. MTയുടെ PGയുടെ ഒഫീഷ്യൽ ക്ലാസ് ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആവാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും കേട്ടോ. ഓക്കെ, അശ്വതി മിസ്സിന്റെയോ എങ്ങനെ സ്പെഷ്യൽ ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും. അശ്വതി മിസ്സിന് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അതുകൊണ്ടാണ് മാം കുറച്ച് ഈ വീക്സ് ഒന്നും വന്നിട്ടില്ലാലോ ക്ലാസ്സിൽ. ക്ലാസ് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞാൻ എടുത്ത കുറച്ച് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. ഞാൻ മെയിനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എടുത്ത ഫസ്റ്റ് യൂണിറ്റ് മൊഡ്യൂൾ 5 ഫസ്റ്റ് യൂണിറ്റ് എല്ലാവരുടെ കയ്യിലുണ്ടോ? മാമിന്റെ ഒരു മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുള്ളൂ മാം. ആണോ? ഈ മൊഡ്യൂൾ 5 ഫസ്റ്റ് യൂണിറ്റിന്റെ മോക്ക് ടെസ്റ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, സെക്കൻഡ് കിട്ടിയില്ല. മൊഡ്യൂൾ 4 കിട്ടിയില്ല. നമ്മള് 4 ഏതാണ് മൊഡ്യൂൾ 5 സെക്കൻഡ് ചാപ്റ്റർ ബാക്കിയുണ്ട്. മൊഡ്യൂൾ 4 സെക്കൻഡ് ചാപ്റ്റർ. നമുക്ക് കുറെ മോക്ക് ടെസ്റ്റ് ബാക്കിയുണ്ട് മാം. ആകെ 4 മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം അടുത്ത ദിവസങ്ങളിൽ തരും കേട്ടോ. ഞാൻ പറയുന്ന കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ മാനേജ്മെന്റ് അല്ലേ നമ്മൾ പറയുന്നത്? യെസ് മാം, അത് കിട്ടിയിട്ടില്ല. ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കേറിയപ്പോ പറഞ്ഞു കിട്ടാന്. കാരണം ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഓൾറെഡി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മോക്ക് ടെസ്റ്റ് മാത്രം നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. പിന്നെ കുറച്ചും കൂടി
ടെസ്റ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, റീഡ് ചെയ്യാട്ടോ. കാരണം മോക്ക് ടെസ്റ്റിലേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഔട്ട്സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കുള്ളൂ, പുറത്തുനിന്നുള്ള ചോദിക്കില്ല. പക്ഷെ നമ്മള് എന്താ പറയാ, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം. മൊഡ്യൂള് 4 യൂണിറ്റ് 2 അല്ലേ എടുത്തത്? ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ അല്ലേ? യെസ് മാം. അതെ മിസ്. ഓക്കേടാ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചേക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ മറന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഇപ്പൊ തന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം. മാം ആക്ച്വലി ടെസ്റ്റിൽ നിന്നാണെങ്കിലും കുഴഞ്ഞു മറിഞ്ഞൊന്നും ചോദിക്കില്ലല്ലോ അല്ലേ? അല്ല, ടെസ്റ്റിൽ നിന്നാണെങ്കിലും ഒത്തിരി ചുറ്റിച്ചൊന്നും ചോദിക്കില്ലല്ലോ അല്ലേ? ഇല്ല, നേരിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഡൗട്ട് ഒത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലൊന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതിൽ ഞാൻ യൂണിറ്റ് 2ന്റെ കാര്യം, മൊഡ്യൂൾ 5 യൂണിറ്റ് 2 കുറച്ച് പോർഷൻസ് നമ്മൾ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത് നിങ്ങൾക്ക്? ഇല്ല മാം, ഒന്ന് പറയോ? കുറെ ക്ലാസ്സിൽ കയറാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് 89ന്റെ ഡിപ്ലോമ കഴിഞ്ഞു കഴിഞ്ഞപ്പോ PG ക്ലാസ്സിലേക്ക് പോയി കുറച്ച് പേരുണ്ട് ഇവിടെ, നോക്കി വെച്ചിട്ടുണ്ട് അവരെ അല്ലേ അമൃത? എന്താ മാം? 89ന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങളിപ്പോ കേറുന്നത്? യെസ് മാം. ഓക്കെ, അതുകൊണ്ട് തന്നെ മാം ഞങ്ങൾക്കൊന്നും അറിയത്തുമില്ല, പാവങ്ങളാ മാം. മൊഡ്യൂൾ 1 നല്ലൊരു ചാപ്റ്റർ ആണ്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഫാമിലി സ്കൂളും എങ്ങനെയാണ് പാർട്ണർഷിപ്പ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. പറ്റാണെങ്കിൽ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം ഫസ്റ്റ് യൂണിറ്റ് കേട്ടോ. പിന്നെ യൂണിറ്റ് 2 ആണ് കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് ഈ കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതില് നിങ്ങൾ ഈ 7 ഡയമെൻഷൻസ് പറയുന്നുണ്ട്. Communication, connecting and learning at school and home, building community and identity, recognizing the role of the family, consultative decision making, collaborating beyond the school, participating. അങ്ങനെ 7 കീ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ആ 7 കീ ഡയമെൻഷൻസ് മാത്രം നോക്കിയാൽ മതി. അതിൽ സജസ്റ്റഡ് ഡയമെൻഷൻസ് വേണ്ട. സജസ്റ്റഡ് സ്ട്രാറ്റജീസ് അതന്നെ, ആ കോളം ഉള്ളത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതിന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഇല്ല. കാരണം അപ്പൊ തന്നെ തീർന്നില്ലേ, കണ്ടോ? ഇവിടെ വെച്ചാണ് കംപ്ലീറ്റ് ആവാണ് അല്ലേ? ഇവിടെ വരെ നോക്കാം. എന്നിട്ട് ഈ പോർഷൻ വായിച്ചു നോക്കിയേക്ക്. വേറെ അത്ര അതിൽ നിന്നും ഉള്ളിൽ നിന്നൊന്നും ചോദിക്കാനുള്ള വളരെ കുറവാണ് ചാൻസ്. ദെൻ ഈ ഒരു പോർഷൻ റെക്കമെൻഡഡ് സ്ട്രാറ്റജി സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് പാർട്ണർഷിപ്പ്, അതൊന്ന് നോക്കി വെച്ചേക്ക്. ഓക്കെ, ഈ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സ്ട്രാറ്റജീസ് ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയും പോർഷൻസ്, അപ്പൊ അത്രയും ഭാരം കുറഞ്ഞിട്ടില്ലേ? താങ്ക് യു മാം. നോക്കണം കേട്ടോ, കാരണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പണ്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും പോർഷൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കീ ഡയമെൻഷൻസ്. നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 2 യൂണിറ്റ്സ് മൊഡ്യൂൾ 5 വളരെ എളുപ്പമാണ് അല്ലേ? നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് മൊഡ്യൂൾ 5 കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് 4നേക്കാൾ. സത്യമായിട്ടും എനിക്ക് മൊഡ്യൂൾ 5 ഇഷ്ടമാണ്. 4 അത്ര ഇഷ്ടമല്ല എനിക്ക്. 4 കുറച്ച് ടഫ് ആയിട്ടുള്ള. പക്ഷെ 4 ഒരു കാര്യമുണ്ട്, മൊഡ്യൂൾ 5 നിന്നായിരിക്കും ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതൽ മൊഡ്യൂൾ 5 ആയിരിക്കും. കാരണം മൊഡ്യൂൾ 5 യൂണിറ്റ്സ് കുറവാണ്. 4 യൂണിറ്റ്. നമുക്ക് 4 യൂണിറ്റ് എന്ന് പറയാൻ പറ്റില്ല, 3 യൂണിറ്റ് അല്ലെ? ലാസ്റ്റത്തെ യൂണിറ്റ് 1 പേജേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3 യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മളത് നന്നായിട്ട് നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ 5 യൂണിറ്റ് 1 ആണ് കേട്ടോ. നോക്കാം. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്നാണ്. ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. വാട്ട് ആർ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഡിഫൈൻ ആസ്? വാട്ട് ഈസ്, എങ്ങനെയാണ് ഡിഫൈൻ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം മാത്രം അതൊന്ന് പറയാം. ഓക്കെ. ആക്ടിവിറ്റീസ് റൺ ഓൺലി ബൈ ഓപ്ഷൻ എ
activities run only by school staff. Okay, first option ആണ് activities run only by school staff. രണ്ടാമത്തെ ഓപ്ഷൻ cooperative relationship and activity involving school staff, parents and other family members. Second option. പിന്നെ third option ആണ് meeting where the parents receive instruction from the teachers. Option B, fundraising events organized by the school. ഓപ്ഷൻ ബി. ഓപ്ഷൻ Okay, B ആണ്. Okay, correct കേട്ടോ. ഇനി effective partnership are based on mutual respect, mutual trust and respect. Effective partnership are based on mutual trust, respect and dash. Share the liability of their children's education. Share the liability for the children's education. Option B, strict school policy. Option C, parent financial contribution. Option D, teacher authority. Okay. അതിൽ ഫസ്റ്റ് വണ്ണിൽ എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞ ഷെയർ ദ ലയബിലിറ്റി ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ ലയബിലിറ്റി നമ്മൾ ഷെയർ ചെയ്യുക എന്നൊരു മീനിങ് ആണ്. Who are considered as the first educator of the child? ഒരു കുട്ടീനെ സംബന്ധിച്ച് ഫസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ആരാണ്? ഫാമിലി. ഫാമിലി, കറക്റ്റ്. അതിന് ഓപ്ഷൻ പോലും പറഞ്ഞില്ല അല്ലെ? Okay. Next, research demonstrate that effective school have high level of dash. Research demonstrates that effective schools have high level of dash. Students testing. Option A, homework assignment. Option C, parent and community involvement. Option D, school infrastructure. ഓപ്ഷൻ സി. Okay, correct. High parental community involvement is strongly related to dash. High parent community involvement is strongly related to dash. Increase school fundraising, update students' learning, attendance and behavior, more school holidays, strict discipline. ഓപ്ഷൻ ബി. Update students' learning, attendance, behavior. Okay. ഏകദേശം ഒരു ധാരണ കിട്ടിയോ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാന്നുള്ളത്? ഓക്കെ, അത് നമുക്ക് നിങ്ങൾക്ക് തന്നെ തോന്നും അതല്ല ആൻസർ, ഇന്നതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഫാമിലി ഇൻവോൾവ്മെന്റ് ക്യാൻ ഹാവ് എ മേജർ ഇമ്പാക്ട്സ് ഓൺ സ്റ്റുഡൻസ് ലേണിംഗ് റിഗാർഡ്ലെസ് ഫാമിലീസ്. ഓക്കെ, അത് വേണ്ട കേട്ടോ, 1 minute, അത് വേണ്ട, അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. Family involvement in school described as a central to high quality education. Option A, high quality education. Option B, high quality education. Option B, school administrative task, teacher salary, extracurricular sports activities. ഇതിൽ ഏതിലാണ് ഫാമിലീസിന് ഇൻവോൾവ്മെന്റ് വേണ്ടത്? ഓക്കെ കേട്ടാ, 1 minute തന്നെ. Okay. Then അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. What is the aim of the family school partnership framework? To increase homework for the students, to encourage sustainable and effective partnership among all school community members, to replace, option B another. Option C, to replace the teachers with the parent volunteers. Option D, focus solely on fundraising. ഓപ്ഷൻ ബി. Option B ആണ് to encourage sustainable and effective partnership among all school community members. Okay. Effective partnership should view each partners as first option, equally valuable contributor. Option B, financial contribution only. Option C, contribution based on educational level. Option D, minimal contribution. ഓപ്ഷൻ എ. വാല്യുബിൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ ഫാമിലീസും. കറക്റ്റ് ഓപ്ഷൻ ആണ്.
Partnership should actively help with the group in a particular to become involved. അത് വേണ്ട, ക്വസ്റ്റ്യൻ വേണ്ട. ഞാൻ ചില ക്വസ്റ്റ്യൻസ് നല്ലതല്ല, ഞാനത് അവോയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. A benefits of partnership for the students. നമ്മളിവിടെ ബെനഫിറ്റ്സിന്റെ പോർഷൻ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് അറിയാൻ പറ്റും. നോക്കി, ഈ പാരന്റ്സ് ബെനിഫിറ്റ്സ്, സ്കൂൾ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് അത് റീഡ് ചെയ്യണോട്ടെ. കാരണം which of the following not including the benefits of students benefits എന്നൊക്കെ അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. A benefits of partnership for the student is less homework, longer holidays, better program opportunity for learning, fewer exams. C. Okay. Partnership should give families suitable opportunity to contribute to classroom teaching, school decision making and governance, writing exam paper, school maintenance. A. അല്ല, ക്ലാസ് റൂം ടീച്ചിങ് അല്ല. ഓപ്ഷൻ ബി ആട്ടാ. സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗവേണൻസ്. സ്കൂളിനെ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തീരുമാനങ്ങളിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പാരന്റ്സിനെയും കൂടി പാർട്ടിസിപ്പേഷൻ പറയുന്നുണ്ട്. ഓക്കെ. ഡെവലപ്പിംഗ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് റിക്വയർസ് minimal effort, large financial investment, promise and time, new school building. Family school. Promise and time. C. Promise and time. Okay, correct it. Okay. School that engage family in their children's learning and tap into rich source of dash. School that engage family in their children's learning and trap in a rich source of dash എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. ഫിനാൻഷ്യൽ ഡൊണേഷൻ, പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, സ്കൂൾ എന്തെല്ലാം ഇൻഫർമേഷൻസ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഫാമിലീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇൻഫർമേഷൻ അബൌട്ട് ദർ ചിൽഡ്രൻസ് ആൻഡ് കോമ്പിറ്റൻസി, ഫ്രീ ലേബർ. One compelling reason to encourage partnership is involved improving students' performance and creativity. One compelling reason, reasons പറയും, more effective education program, more sports time, strict discipline, more school holidays. A. Option A. Correct ആട്ടോ. But is mentioned as conclusive factor for children's success in learning. Conclusive factor for children's success in learning. First one is the school reputation. Option B ഏതാണ്? The amount of homework, the parents, family, attitude and involvement. Option C ആണ് parents, family, attitude and involvement. The number of computers in school. C. Okay. Ensure high quality education and life success for the children is the shared responsibility of dash. School only, family, school and community. Option D വരുന്നത് the government only. C. Family, school, community. Community അല്ലേ? മൂന്ന് പേരുമാണ്. What are the barriers to learning? What are the barriers of learning? Poverty, family imbalance, child abuse, all of the above. All of them. All of the above. All of the above. Okay, correct. What increase when people have input into educational issues? അത് വേണ്ട, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഞാൻ ചില ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പറയുന്നുള്ളൂ, കാരണം നമുക്ക് ടൈം ഇല്ലാത്തത് പ്രശ്നമാണ്. പ്രിൻസിപ്പിൾസ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് നോക്കണേ കേട്ടോ. 11 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നില്ലേ, നിങ്ങളത് കണ്ടിട്ടുണ്ടോ? 11 പ്രിൻസിപ്പിൾസ് അത് നോക്കണോ കേട്ടോ. പ്രിൻസിപ്പിൾ 1, പ്രിൻസിപ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് ആ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കണേ. The child-centered factors state that children and young people are responsibility of the parents only, heart of the school,
മെയിൻ സോഴ്സ് ഓഫ് ദ പ്രോബ്ലം, ലോവസ്റ്റ് പ്രയോറിറ്റി. ചൈൽഡ് സെന്റേർഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കുട്ടികള് ചിൽഡ്രൻസ് ആൻഡ് യങ് പീപ്പിൾസ് ആർ ഡാഷ് ഓഫ് ദ സ്കൂൾ എന്നുള്ളതാണ് ഇവിടെ ചൈൽഡ് സെന്ററിൽ പറയുന്നത്. ഹാർട്ട് ഓഫ് ദ സ്കൂൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ ചൈൽഡ് സെന്റർ ഫാക്ടർ സ്റ്റേറ്റ് ദാറ്റ് ചിൽഡ്രൻസ് ആൻഡ് യങ് പീപ്പിൾസ് ആർ ഡാഷ്. മനസ്സിലായോ? അതില് എന്താണ് നമ്മുടെ ഹാർട്ട് ഓഫ് ദി സ്കൂൾ, നമ്മുടെ സ്കൂളിന്റെ തന്നെ ഹാർട്ടാണ് കുട്ടികൾ എന്ന് പറയുന്നത്. നമ്മുടെ നേഷന്റെ തന്നെ അങ്ങനെയാണ്. The family focused factor recognized that parents and caregivers have the right and responsibility to be silent observers, first option. Financial donors, second option. Parents in their children's education, third option. Solely responsible for education. B. സി അല്ലേ? ആണ് പാരന്റ്സ് ഇൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. ഫാമിലി ഫോക്കസ്ഡ് ആ ഒരു ഫാക്ടറി പറയുന്നത് പാരന്റ്സ് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. The family focused factor also states that the family is the primary providers in meeting children's need. First option. Only B, second option. Only source of funding. Option C, obstacles to education. Option D, secondary influence. ഓപ്ഷൻ സി ആണോ മാം? ഓപ്ഷൻ എ ഒന്നുകൂടി വായിക്കോ മാം? Okay, ഒന്ന് പറയാം. Primary provider in meeting children's need. അതല്ലേ കുട്ടികളുടെ പ്രൈമറി പ്രൊവൈഡേഴ്സ് ആണ് ആര്? ഫാമിലീസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കണം. കാരണം ചൈൽഡ് സെന്റർ എന്ന് പറയുമ്പോൾ ആ ഹെഡിങ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഉള്ളിൽ നിന്നുള്ളത് നല്ല രീതിയിൽ റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. Cooperation and partnership factor involves shared salary, teaching, blames, planning. ഓക്കെ, അത് വേണ്ട കേട്ടോ, അത് ഓപ്ഷൻ കൺഫ്യൂഷൻ ആവും, അത് വേണ്ട, കുഴപ്പമില്ല. The equity principle aims to foster a equity principle aims to foster a dash barrier free environment, highly competitive environment, strictly uniform environment, financial profitable environment. ഏത് ഓപ്ഷൻ barrier free environment അല്ലേ? ഓക്കെ, കറക്റ്റ്. അപ്പോ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കാനുള്ള ചാൻസ് കേട്ടോ. Family that understand the education system are beneficial source of problems, support, income, criticism. ഇതിൽ ഏതിനാണ് ബെനിഫിഷ്യൽ? സപ്പോർട്ട് ആണോ? അപ്പൊ എനിക്ക് തോന്നുന്നു 9th കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പോർഷൻ ഒക്കെ. മറ്റവർക്ക് എക്സാം ടേം ഡിപ്ലോമ എക്സാം അല്ലേ? ഡിപ്ലോമ എക്സാം ആണ്, വെറുതെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ തന്നെ കേട്ടോ, പേടിക്കാനില്ല. മീലോ മിസ്സും ഇന്നലെ ക്വസ്റ്റ്യൻസ് വന്നില്ലേ, അതും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലായിരുന്നു. കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻ കണ്ടെത്താൻ പറ്റും. ഒത്തിരി ടഫ് ആക്കിയിട്ട് എന്തായാലും എക്സാമിന് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യില്ല. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഒത്തിരി ടഫ് ആക്കില്ല കേട്ടോ ക്വസ്റ്റ്യൻസ്. ഡിപ്ലോമയ്ക്ക് ഒരെണ്ണം ഇതുപോലെ പറഞ്ഞിട്ട് ഭയങ്കര പാടായിരുന്നു, അതുകൊണ്ട് തലയിൽ കൂടെ തീ വരെ പറയരുത്. അത് സത്യമായിട്ടും എനിക്ക് ഞാനല്ലേ, അതെന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അത്രയും ടഫ് ആയിട്ട്. അത് ചൈൽഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. മാമിന്റെ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണേ മാം. ഓക്കെ, അല്ല ഇതേപോലത്തെ സിമ്പിൾ ആയിട്ട്, കാരണം പി ജി ഞങ്ങൾക്ക് ഓൾറെഡി പി ജി എടുക്കുന്ന ടീച്ചേഴ്സിന് അറിയാം എത്ര ടഫാണ് പി ജി എന്നുള്ള പോർഷൻ. അപ്പോ എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 5 3 ഈസി ആണെങ്കിലും മൊഡ്യൂൾ 4 പോകുമ്പോൾ യൂണിറ്റ് 1 മുതൽ 7 വരെ എത്ര ടഫാന്ന് എല്ലാ ടീച്ചർമാർക്കും അറിയാം. അപ്പോ ഞാനും എടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ മിക്ക ചാപ്റ്റേഴ്സും ഞാനും എടുത്തിട്ടുണ്ട്, എനിക്ക് അതിന്റെ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഇടുള്ളൂ എക്സാം, അധികം ടഫ് ആക്കാതിരിക്കാനായിട്ട് നോക്കും കേട്ടല്ലോ.
അത് മാത്രമല്ല മാം, ഞങ്ങൾക്കാണ് ഇപ്രാവശ്യം ആദ്യം എക്സാം നടക്കുന്നത്. ബാക്കിയുള്ളവർക്ക് സമയമുണ്ട്, അടുത്ത മാസമൊക്കെ അല്ലേ, അതാണ് ടെൻഷൻ. ശരിക്കും പറഞ്ഞാല് ഇതേപോലെ തന്നെയാണ് മുമ്പ് നടന്ന ബാച്ചുകൾക്കും എക്സാം നടന്നിട്ടുള്ളത്. ഫസ്റ്റ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് നടന്ന MD5 കുട്ടികൾക്കായിരുന്നു. MD5 കഴിഞ്ഞപ്പോ MD6 ആൻഡ് 4, 5, 6, 7 4 കുട്ടികൾക്ക് ആദ്യ എക്സാം കഴിഞ്ഞു. അത് ക്വസ്റ്റ്യൻസ് മാറൂട്ടാ. കാരണം എന്താണ്, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കേണ്ടാരും കേട്ടോ. എന്നുവെച്ചാല് അവർക്ക് ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കും എന്നുള്ള പ്രതീക്ഷ ഒട്ടും വേണ്ട. ഇപ്പൊ അങ്ങനെയാണ് എക്സാം വന്നിട്ടുള്ളതൊക്കെ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. PGയുടെ പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിയോ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 1, 2 ഒക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചോദിക്കായിരിക്കും. ഒരുപാട് റിപ്പീറ്റ് ചോദിക്കില്ല. ടെസ്റ്റ് നന്നായിട്ട് തറോ റീഡ് ചെയ്യാം, നല്ല രീതിയിൽ റീഡ് ചെയ്യാം. ഈ ചാപ്റ്റർ ഞാൻ ചോദിച്ച സമയത്ത് കുറച്ച് പേര് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും ആ ചാപ്റ്റർ റീഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? എന്തായാലും യൂണിറ്റ് 1 റീഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കൺഫേം ആയിട്ട് മനസ്സിലായി. PGന്റെ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മിസ്സേ. ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങിയിട്ടില്ല. സത്യാവസ്ഥ അതാണ്. ഇപ്പൊ മറ്റേ എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ, അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ഓക്കെ, എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞത് MD9 ആൾക്കാരെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം എന്താണ്, അവർക്ക് എക്സാം നെക്സ്റ്റ് വീക്കാണ് അല്ലേ? അതുകൊണ്ട് അവര് റീഡ് ചെയ്തിട്ടുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. കാരണം ഞാൻ അത് ഫസ്റ്റ് ഒരു 2 മാസം 3 മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും എടുത്ത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവര് റെസ്പോണ്ട് ചെയ്തപ്പോ എനിക്ക് തോന്നി. ഞങ്ങൾക്കപ്പോ PGയുടെ എക്സാം നെക്സ്റ്റ് മന്താ പറഞ്ഞിരിക്കുന്നത്, 17. അപ്പൊ അതിനു മുമ്പ് ഒരു റിവിഷൻ പോലെ ഉണ്ടാവോ, അതോ ഇതോടെ കഴിയോ? ഇത് റിവിഷൻ നമുക്ക് വെക്കാം. ചിലപ്പോൾ റിവിഷൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിവിഷൻ കണ്ടക്ട് ചെയ്യും. എല്ലാ ടീച്ചേഴ്സിന്റെയും റിവിഷൻ വേണമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ റിവിഷൻ ഉണ്ടാവില്ല കേട്ടോ. മിക്കവാറും റിക്വസ്റ്റ് ചെയ്യാം എക്സാം കഴിഞ്ഞിട്ട്. PGക്ക് റിക്വസ്റ്റ് റിവിഷൻ കൊടുക്കാറുണ്ട് കേട്ടോ. എന്തായാലും വേണം, കാരണം നമ്മള് പഠിച്ചു പോകുന്നതും റിവിഷൻ ആ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, മാമിന്റെ റിവിഷൻ ക്ലാസ് വേണം. സാറ്റർഡേയോ അല്ലെങ്കിൽ ജിഷ മാം ഒക്കെ ആണെങ്കിൽ നൈറ്റ് ക്ലാസ് വെച്ചിട്ട് റിവിഷൻ തരാം. ഓക്കെ ഓക്കെ. അപ്പൊ പേടിക്കാനൊന്നുമില്ല. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നതായിരിക്കും ഓപ്ഷൻ. ഇന്ന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ഇനി അത് തെറ്റിച്ച് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കല്ലിട്ടുണ്ട്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും എക്സാം വരുന്നത്. ഒത്തിരി ഹൈപ്പ് കൊടുക്കണ്ട, ടഫായിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാം. കുഴപ്പമില്ല, നോക്കാം. യൂണിറ്റ് 2 ആണ്. കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്നാണ് യൂണിറ്റിന്റെ പേര്. കീ ഡയമെൻഷൻസ്, എത്ര കീ ഡയമെൻഷൻസ് ഉണ്ടെന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7. നോക്കണ്ട, നമുക്ക് പറയാൻ പറ്റും 7 ആണ്. 7 കീ ഡയമെൻഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോ ആ 7 കീ ഡയമെൻഷൻസും ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഹൗ മെനി കീ ഡയമെൻഷൻസ് ഫോർ പ്ലാനിംഗ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് ആർ ഐഡന്റിഫൈഡ് ഇൻ ദ ഫ്രെയിംവർക്ക്? 7. 3, 5, 7, 10 ഒക്കെ ഉണ്ട്. 7 ആണ് നിങ്ങൾ പറഞ്ഞല്ലോ. Which of the following is not listed one of the 7 key dimensions? അത് നിങ്ങൾ കീ ഡയമെൻഷൻസ് 7 എണ്ണം പച്ചവെള്ളം പോലെ പേരുകൾ പഠിക്കണം. വെള്ളം കറക്റ്റ് ആയിട്ട് പഠിക്കണം. താഴെ പറയുന്നതിൽ ഏതാണ് ഡയമെൻഷൻസിൽ പെടാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേഷൻ, ഫണ്ട് റൈസിംഗ്, പാർട്ടിസിപ്പേറ്റിംഗ്, ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഫണ്ട് റൈസിംഗ്. ഓക്കെ, ഫണ്ട് റൈസിംഗ് ആണ് വരുന്നത്. ഓക്കെ, communicating dimension emphasize that effective communication is dash. Communication dimension emphasize that effective communication is dash. First option, active, personal and frequent, culturally suitable, all of the above. Okay. Communication always dash. One-way communication, two-way communication, none of the above.
Effective communication involve school going out of their way to make family feel dash. In-depthness, strictly monitored, welcome and valued, responsible for teaching. See, welcome and value. Okay. Communication is described as two-way exchange and an opportunity for school and family to learn dash. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് two-way communication ആണ് വേണ്ടത്. ഫാമിലിക്കും സ്കൂളിനും എന്ത് കാര്യം ലേൺ ചെയ്യാൻ വേണ്ടിയാണ്. Learn about each other. Option A. Option B. Discuss fundraising. Finalizing the curriculum. Criticize each other. Option A, learn about each other. Effective communication makes it clear that families are dash subordinates to the teachers, only needed for volunteers, genuine partners who can help solve big problems, expected to agree with all the school decisions. Genuine parents. Genuine partners. Okay. Communication dimension stresses the need to build a bridge across financial gap, school district, cultural and language divides, teachers and principal hierarchies. Cultural Okay. But assumptions should not be made about communication. That all family have email. That all family communicate in same way. എല്ലാ ഫാമിലീസും ഒരേപോലെയാണോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ? no, No. അപ്പോ അതാണ് ഇവിടെ വന്നിരിക്കുന്ന എന്ത് അസംഷൻ. നമ്മൾ അങ്ങനെ വിചാരിക്കരുത് എല്ലാ ഫാമിലീസും ഒരേപോലെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത്. ഇനി ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ നീഡഡ് ടു ടേക്ക് സീരിയസ്ലി ആൻഡ് മസ്റ്റ് ബി വാല്യൂ ഐഡന്റിഫൈഡ് ആൻഡ് റിവാർഡഡ് ബൈ സ്കൂൾ. ഓപ്ഷൻ എ ആണ് വാല്യൂ ഐഡന്റിഫൈഡ് ആൻഡ് റിവാർഡഡ് ബൈ സ്കൂൾ. ഓപ്ഷൻ ബി outsourced by a third party, limited to parents and teachers interview, handling only by the principal. Option A അല്ലേ? The connecting learning dimension indicate dash. Strict supervision between home and school, overlap between home and school surroundings, superiority of school learning, need to limit homework. Option B. Okay, now family school should work together to create dash. More test, strict homework policy, positive attitude to learn in each children. Option D, identical learning environment. C. Option C. It is important to ensure families and inform about and understand school budget, other children's grade, their children's progress, teacher salary. Progress. The dimension emphasize ഏത് dimension ആണ്? Second. Connecting and learning at school, at home and school ആണ്. Dimension emphasize that ഞാൻ question prepare emphasize identifying and using learning opportunities in school library, home environment, principal office, none of the above. Home. B, home environment. Okay, down. The connecting learning dimension highlight the link between successful partnership. 1 minute. Okay, now the last question. The connecting learning dimension highlights the link between successful partnership and the child learning
increase school fundraising, teachers bonus, better school facilities. A. Child learning. Okay. നോക്കട്ടെ നെക്സ്റ്റ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി ഡയമെൻഷൻ എംബസൈസ് ആക്ടിവിറ്റി ദാറ്റ് ഇംപ്രൂവ് ഡാഷ് എന്നുള്ള രീതിയിലാണ്. സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് സ്കോർ, ദ സ്കൂൾ അത്ലറ്റിക് റാങ്കിങ്, ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഇൻ എ കമ്മ്യൂണിറ്റി, ദ സ്കൂൾ ഫിനാൻഷ്യൽ എന്താണ് സർവീസ്. B. Quality of life in a community. Okay, the quality of life in a community. അതാണ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി മീനിങ് വരുന്നത് കേട്ടോ. സി ആണ് ഞാൻ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞതെന്ന് തോന്നുന്നത്. C and Okay, okay. This dimension should honor the community's dash. This dimension should honor the community dash. Wealthiest members, cultural, traditional, value and relationship, corporate sponsors, political affiliation. option B ആണ്. values and leadership. Okay. By including that shape the students' sense of identity and cultural, school can build a sense of dash, superiority, community in each student, competition, detachment. B. Student. The work of the school include the aspect of social, emotional, moral, and dash. Okay. Option A, financial growth. Option B, physical growth. Option C, spiritual growth. Option D, political growth. Option C. Social growth. Spiritual growth. Next question ആണ്, school have role to play in promoting both personal growth and dash cultural renewals. Option A. Option B, brand loyalty. Option C, exclusive club. Option D, competitive attitudes. Option A. Cultural renewals. Okay. Next 33rd question ആണ്, school can act as a focal point for communicating to common together and engaging dash capacity building. Option A. Option B, fundraising campaigns. Option C, political protests. Option D, segregated activities. Option A. Okay. Next ആണ് recognizing the role of the family. The recognizing the role of the family dimension emphasize that parents as the primary educator have a lasting dash financial obligation to the school. Option A. Option B, power on children's attitude and achievements. Option C, role in the management of schools. Option D, need for separation from the school. B. Option D. Power on the children's attitude and achievement. പാരന്റ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്. ശരിക്കും പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഫാമിലീസ്. സോ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡും അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലീസിന് പറ്റും. പാരന്റ്സ് ക്യാൻ എൻകറേജ് ദർ ചിൽഡ്രൻസ് ലേണിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്കൂൾ and also dash support the school goal direction ethos, write the school curriculum. Option B ആണ്. Option C, determine the school calendar, manage the school budget. Option A. And ethos. Okay, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഡൗട്ട്സ് വരാനുള്ള ചാൻസ്, ഓപ്ഷൻസിൽ ഡൗട്ട്സ് വരാനുള്ള ചാൻസ് മാക്സിമം കുറച്ച് എന്താ മൃഗ? ഇല്ല മാം, അറിയാതെ ആയിപ്പോയത്. ഓക്കെ, അപ്പോ എന്താണ് അധികം ഓപ്ഷൻസ് കൺഫ്യൂസ് ആവുന്ന രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കും. പിന്നെ MT9 ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി മാത്രമായിരുന്നു ടഫ്? ചൈൽഡ് ഡെവലപ്മെന്റ് മാത്രമായിരുന്നു ടഫ് ആയിട്ട് വന്നത്? അതെ. എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നോർമലൈസേഷൻ, ഡീവിയേഷൻ,
അതൊക്കെ നല്ലതായിരുന്നു. ചൈൽഡ് ഡെവലപ്മെന്റും എല്ലാവർക്കും മാർക്ക് വൈസ് നോക്കും വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ആ ആൻസറിലേക്ക് എത്താനുള്ളൊരു ടെൻഷൻ അതേ ഉള്ളൂ. മാർക്ക് കുഴപ്പമില്ല. മാർക്ക് എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ കുഴപ്പം. അത് ചിലപ്പോ ക്ലാസ് ചിലപ്പോ നിങ്ങള് വിട്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെയാണോ? അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു? ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ആദ്യമേ എടുത്തതല്ലേ, അതുകൊണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്ത ക്ലാസ്. എന്ത് പറ്റുന്നാവോ? ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? പിന്നെ കോൺവെക്കേഷൻ ആയിരിക്കും അതിനെ കാണുന്നത്. അടിച്ചു പൊളിക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷെ പതി പിടിച്ച് കിടപ്പാ എങ്ങനെയാവൂന്ന് അറിയത്തില്ല. ഓക്കെ, എനിക്ക് 10നോടും 11നോടും പറയാനുള്ള കാര്യം നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ബാലൻസ് ഉള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ എക്സാം ഒക്കെ നല്ല ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിൽ, നല്ല ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ഒക്കെ ടഫ് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക്. കാരണം ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈസി ആയിരിക്കുള്ളൂ, കാരണം അത്ര ടഫ് ഒന്നല്ല, സിമ്പിൾ ആണ്. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കുക, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക, കണ്ടിന്യൂസ് നന്നായിട്ട് റീഡ് ചെയ്യണം ടെസ്റ്റ്. മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കുള്ളൂ. ഓക്കെ. പിന്നെ എന്താ പറയാനുള്ളത്, ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പാർട്ട് 1 ഈസിയാണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള പോർഷൻ അല്ലേ? അതെ. എനിക്കത് വലിയ പാടാ മിസ്. എല്ലാരും ടഫാന്ന് പറയുന്നതൊക്കെ എനിക്ക് പിന്നെ എളുപ്പമായിരിക്കും. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, പാർട്ട് 1 എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളതാണ്. 8 യൂണിറ്റിൽ നിന്നും ആകെ 50 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. ഓരോ യൂണിറ്റിൽ നിന്ന് ചിലപ്പോൾ 7 8 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുള്ളൂ. 6 7 8 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, യൂണിറ്റ് ആണ്, പാർട്ട് 1. അത്ര ടഫ് ഒന്നുമല്ല. പാർട്ട് 4 ടഫ് അല്ല, ഈസി അല്ലേ? അതെ, അത് രണ്ടും എളുപ്പമായിട്ടുള്ള പോർഷൻസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് നന്നായിട്ട് പഠിക്കണം. കാരണം ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. മനസ്സിലായോ? കാരണം ഓരോ ചാപ്റ്ററിൽ നിന്നും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ചൈൽഡ് ഡെവലപ്മെന്റ് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വരുന്ന 5 ചാപ്റ്റേഴ്സിൽ നിന്നും നല്ല രീതിയിൽ 50 ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 10 ക്വസ്റ്റ്യൻസിന് അടുത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അതെ മിസ്സേ. ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ആണ്. നെക്സ്റ്റ് സൈക്കോളജി, അതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറിയുടെ ഏരിയയിലേക്ക് വരുമ്പോൾ അതും നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 പേപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 4 and 5 അതും അതേപോലെ തന്നെ പഠിക്കാം. റീഡ് ചെയ്യാം, നന്നായിട്ട് റീഡ് ചെയ്യാം. പിന്നെന്താ, മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. മാക്സിമം മോക്ക് ടെസ്റ്റിലൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് നോക്കുക. പിന്നെ സ്കൂൾ മാനേജ്മെന്റ് അത് ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്, കുഴപ്പമില്ല. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് അത്യാവശ്യം വ്യക്തമായിട്ടുള്ള. കണ്ടിടത്തോളം മാം കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് പേടിക്കാനില്ല. ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണെന്ന് നമുക്കറിയാം. അല്ലാത്ത ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഓരോ വേദികളുടെ ഉള്ളിൽ കൂടെ കയറി പഠിക്കേണ്ടി വരും. മോണ്ടിസോറി തിയറി ഒക്കെ ഭയങ്കര എനിക്ക് അതിന് മാത്രം മാർക്ക് പോയത്. മാർക്ക് പോയാ? അല്ല, കമ്മിയായത്. പാസ്സാണ്, പക്ഷെ 90 താഴെ ആയത്. ആണ്, അത് മര്യാദക്ക് മോണ്ടിസോറിയുടെ ക്ലാസ്സിൽ കയറാണ്ട. തിയറിയുടെ അതൊക്കെ പുറത്തുനിന്നില്ല ക്വസ്റ്റ്യനും കാര്യങ്ങളും എന്തൊക്കെയോ. പിന്നെ കുറച്ച് ആൻസർ ഉണ്ടത് അവിടെ സെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം, അത് ഭയങ്കര ഈസി ആയിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ റിസൾട്ട് അപ്പൊ തന്നെ വരുമോ? ഈ ടേം എക്സാം റിസൾട്ട് വരുന്ന പോലെ തന്നെയാണോ ഡിപ്ലോമ എക്സാം കഴിഞ്ഞ റിസൾട്ട് വരാ? അല്ലാന്ന് തോന്നുന്നുണ്ട്. ഡിപ്ലോമയുടെ എത്ര നാളെ കഴിഞ്ഞ എക്സാം റിസൾട്ട് വന്നത്? കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ വന്നു. കഴിഞ്ഞപ്പോ വന്നെന്ന് തോന്നുന്നു. 1 വീക്കിനുള്ളിൽ വന്നു. ആണോ? ഓക്കെ, ഫൈനൽ റിസൾട്ട് വരാൻ ലേറ്റ് ആവേ. ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ലല്ലോ നിങ്ങളുടെ? വന്നോ? ഇൻക്ലൂഡിംഗ് വൈവ എല്ലാത്തിന്റെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത മാർക്കാണ്. അത് വരെ നമ്മളെ ഇൻഫോം ചെയ്യും അല്ലെ? അതും കൂടി വരുമ്പോഴാണ് നിങ്ങൾ ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ക്ലാസ് ടോപ്പർ ആരാന്ന് അറിയാമോ? ഇല്ല അല്ലെ? ഗ്രീഷ്മയാണോ മേഘയാണോ? ആണ് ഗ്രീഷ്മ അല്ലെ? ഓർമ്മയുണ്ട്, മേഘനെ ഓർമ്മയുണ്ട്.
ഓക്കെ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മളോട് ടീച്ചേഴ്സിനോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അപ്പോ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊന്നും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് അറിയാത്തത്. അപ്പൊ നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം. ഡിപ്ലോമക്കാരും പിജിക്കാരും നന്നായിട്ട് എക്സാം എഴുതാം. ഡിപ്ലോമക്കാരോട് പറയാ നല്ല ഒട്ടും ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ എക്സാം എഴുതാം. മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് നോക്ക് എന്ന്. ഓക്കെ. ആഷ്മി മോനെ ഏത് ബാച്ചാണ്? MT10 അല്ലേ? MT10 മോക്ക് ടെസ്റ്റും കിട്ടിയിട്ടില്ലേ ഡിപ്ലോമയുടെ? എക്സാമിന് മുമ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. മാം നമുക്കിത് ലാസ്റ്റ് ക്ലാസ്സിലെ ജിഷ മിസ്സിന്റെ പോർഷൻസ് ബാക്കിയുണ്ട്. മോക്ക് ടെസ്റ്റ് അശ്വതി മാമിന്റെയും ബാക്കിയുണ്ട്. മാം ഒന്ന് പറയില്ലേ? എനിക്ക് മനസ്സിലായില്ല. PG-യിലല്ലേ? ഒത്തിരി പെൻഡിങ് ഉണ്ട് മാം, ഒന്ന് തന്നാൽ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അധികം ദിവസം ഇല്ലല്ലോ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, അവരോട് പറയാം. അപ്പോ ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഇതേപോലത്തെ തന്നെ കുറച്ചും കൂടി ടഫായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കാണുന്നത്. അത് നോക്കി അറ്റൻഡ് ചെയ്തു. പക്ഷെ ഈസി ആയിട്ടായിരിക്കും മെയിൻ എക്സാമിന് വരുന്നത് കേട്ടോ. കുറച്ച് ടെൻഷൻ അടിക്കരുത്. മോക്ക് ടെസ്റ്റ് കുറച്ച് ടഫായിട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് മോക്ക് ടെസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ഓരോ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? ഓക്കെ. ഇനി എങ്ങാനും എന്റെ മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. കാരണം എന്താ, മോക്ക് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് ഇത് ചെയ്തോളും, കൊടുത്തേക്കും. അപ്പോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിന് കേട്ടോ. ദെൻ നമ്മൾ പിന്നെ എടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 കഴിഞ്ഞിട്ട് എടുത്തത് ഏതായിരുന്നു? മൊഡ്യൂൾ 1-ല് മൊഡ്യൂൾ 4-ലെ സെക്കൻഡ്. മൊഡ്യൂൾ 4-ല് സെക്കൻഡ് ആയിരുന്നു അല്ലേ? അത് ഫസ്റ്റ് യൂണിറ്റാണ്. ഓക്കെ. ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ. ഒരു 5 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? യെസ് മാം. ഓക്കെ. ബാക്ക് ബോൺ ഓഫ് സ്കൂൾ എന്താണ്? പണിയാണ്. ഓപ്ഷൻ പറഞ്ഞില്ല അല്ലേ? എന്താണ്? അഡ്മിനിസ്ട്രേഷൻ. ഏത് സ്ഥാപനത്തിനും അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ടീം തന്നെ ഉണ്ട്. ഇപ്പൊ എക്സാംസും ടൈം ടേബിളും നിങ്ങൾക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിൽ ടൈം ടേബിള് അതേപോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഏത് പോർഷൻ എപ്പോൾ കംപ്ലീറ്റ് ആവണം എന്നുള്ളത് വെച്ചാല് ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ടാണത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്റെ ബാക്കിലൊരു ബാക്ക് ബോൺ ആയിട്ട് ആരുണ്ട്? അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്ററിന് അറിയാലോ, നിങ്ങൾ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. പ്രസിദ്ധ മാം ആണ്. എന്താ പറയാ, ഒരു അയൺ ലേഡി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ അയൺ ലേഡി തന്നെയാണ് ആര്? പ്രസിദ്ധ മാം എന്ന് പറയുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റ് is viewed and organizational functions that result in inclusion of values such as ഓപ്ഷൻ എ ആണ് ഹ്യൂമൻ റെസ്പെക്ട്, പേഴ്സണൽ ഇന്റഗ്രിറ്റി, സെൽഫ് ഡയറക്ഷൻ, ഗ്രൂപ്പ് കൊഹീഷൻ. അത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി കോമ്പറ്റീഷൻ ആൻഡ് ഇൻഡിവിജ്വലൈസേഷൻ, സ്ട്രിക്റ്റ് ഒബീഡിയൻസ് ആൻഡ് കൺഫോമിറ്റി, ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ടെക്നിക്കൽ സ്കിൽ. ഹ്യൂമൻ റെസ്പെക്ട്, പേഴ്സണൽ ഇന്റഗ്രിറ്റി, സെൽഫ് ഡയറക്ഷൻ, ഗ്രൂപ്പ് കൊഹീഷൻ. ഓക്കെ. Recent approach to school management include the following except dash. Recent approach to school management includes following except. താഴെ പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ട്രാൻസാക്ഷൻ അനാലിസിസ്. ഓപ്ഷൻ സി. എന്താണ്?
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ഓപ്ഷൻ സി കേട്ടോ. How is a task is defined? How is a task is defined? Different patterns of over behavior of the teachers and students, the way in which information processing demand of an environment and structured experience. Option B ആണ്. Option C, any activity performed by teacher. Option D, system of action and activity. Option B. Structured experience. Task is expressed in terms of dash. Option പറയാണ് option A goal and a set of operation designed to achieve the goal. Option B, the time in taken to complete. Option C, number of students involved. Option D, physical materials used. Option A. Goal of standards to achieve. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കാട്ടോ. ഞാൻ ഫുൾ ആയിട്ട് റീഡ് ചെയ്യുന്നില്ല, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ അല്ലാന്ന് തോന്നുന്നത് ക്ലിക്ക് ചെയ്യണ്ട. കറക്റ്റ് ആണ് ഓപ്ഷൻ തോന്നുന്നത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൺ നോളജ് റീഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവരും മാക്സിമം ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ്, പെൻഡിങ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാം. പിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും കൂടി ഇൻഫോം ചെയ്യണം കേട്ടോ. നാളെ ഒരു 2 മണി വരെ നോക്ക്. കിട്ടിയില്ലെങ്കിൽ ഇൻഫോം ചെയ്യണേ. താങ്ക് യു ഓൾ. താങ്ക് യു മാം For your great support.